ഹലോ, ഏവർക്കും നമസ്കാരം. വയനാട്ടിൽ തുരങ്കപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൽ, മണ്ണിടിച്ചിൽ അപകടത്തിൽ അന്തരിച്ച മനുഷ്യർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ സംഭവത്തിൽ ദുഃഖിതരായ എല്ലാവരോടും ദുഃഖത്തിൽ പങ്കുചേരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ വീണ്ടും തോറിയത്തിന്റെ ഒരു ഭാഗം കൂടി, 5-ാം ഭാഗത്തിലേക്ക് വരികയാണ്. തോറിയത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നതെങ്കിലും, കാരണം ഈ ഖനനത്തോട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും, ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങളും പലപ്പോഴായി ഉണ്ടായതുകൊണ്ടാണ്. നമുക്കറിയാം, അറ്റോമിക് മിനറൽസ്, തോറിയം, യുറേനിയം തുടങ്ങിയവ അടങ്ങിയ അറ്റോമിക് മിനറൽസിന്റെ ഖനനം, പ്രോസസ്സിങ്ങും ഒക്കെ 1962 അറ്റോമിക് മിനറൽസ് നിയമത്തിൽ അധിഷ്ഠിതമായി മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്നത്. അതിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടുന്നത് എങ്ങനെയെന്ന് അതിന്റെ അവകാശം സർക്കാരിനാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആണ് 1998 ആണ് ഇതിനൊരു ഡയലൂഷൻ വരുന്നത് യഥാർത്ഥത്തിൽ. അപ്പോ ഈ തോറിയം അടങ്ങിയ മിനറൽസിന്റെ കൂട്ടത്തിൽ തന്നെ ബീച്ച് സാൻഡ് എന്ന് വിളിക്കുന്ന കടൽ തീരത്തിലെ മണലില് മറ്റ് മിനറലുകളും ഉണ്ട്. ടൈറ്റാനിയം ഉണ്ട്, സിർക്കോണിയം ഉണ്ട്, അതുപോലെയുള്ള മറ്റ് മൂലകങ്ങളുണ്ട്. അത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള അവകാശം കൊടുക്കാം എന്ന നിലയിൽ വന്നു. അപ്പോ അതിന്റെ മൈനിങ്ങിനും അതിന്റെ പ്രോസസ്സിങ്ങിനും ഒക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൂടി അവകാശം കൊടുക്കുന്ന ഒരു മൈനിങ് പോളിസി ഡിക്ലറേഷൻ ആണ് ഉണ്ടായത്. അപ്പോ ഈ അറ്റോമിക് എനർജി ആക്ടിന്റെ ഡയറക്റ്റ് വയലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു വയലേഷൻ എന്ന് പറഞ്ഞുകൂടാ. അപ്പോ അതിന്റെ അടിസ്ഥാനത്തില് 2000-ലൊക്കെയാണ്, 2000-ലൊക്കെ ചിലയിടത്തൊക്കെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് മൈനിങ്, അവിടെ ജയലളിത സർക്കാരുള്ള കാലത്ത് സ്വകാര്യ മേഖലയിൽ മൈനിങ് ഉണ്ടായി. അതേ ചൊല്ലി ഒരുപാട് പരാതികളും ഉണ്ടായി. കേരളത്തില് 2004 ഇതിനൊരു കമ്പനിക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, KMREL എന്ന് വിളിക്കുന്ന CMRLന്റെ സബ്സിഡിയറി ആയ ഒരു കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നതും, പക്ഷെ ആ ലൈസൻസ് പ്രാവർത്തികമാകാതെ നീണ്ടു പോയതും പല പല കാരണങ്ങളാണ്. അപ്പോ ഈ 2000-ന്റെ തുടക്കത്തിലും ഈ നിയമത്തിന് ചില ഡൈലൂഷൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ബീച്ച് സാൻഡില് മൊണാസൈറ്റിലാണ് ഈ തോറിയുള്ളത്. മൊണാസൈറ്റ് 0.75% വരെയാണെങ്കിൽ അതാണ് ത്രഷോൾഡ് വാല്യൂ ആയി തീരുമാനിച്ചത്. ഈ പല പല അമെന്റ്മെന്റ്സിൽ കൂടി തീരുമാനിച്ചത്. 2008 വരുന്നുണ്ട്, പിന്നീട് 1998 ശേഷം 2006 വരുന്നുണ്ട്. അവിടെയൊക്കെ ഇതില് ചെറിയ 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 അനുവാദം വന്നുകൊണ്ടിരുന്നു. പിന്നീട് 2008 ഒരു അറ്റോമിക് പോളിസി വരുന്നു. ജോയിന്റ് വെഞ്ചേഴ്സില് ഈ എന്ത് ആരംഭിക്കാം, നമുക്ക് അറ്റോമിക് റിയാക്ടറുകളൊക്കെ ആരംഭിക്കാം എന്ന നിലയിൽ പോളിസിയിൽ മാറ്റം വരുന്നു. പിന്നീട് ആ പോളിസിയിൽ വീണ്ടും മാറ്റങ്ങൾ 2015-ലൊക്കെ മാറ്റം വരുന്നു. എന്താണ്, വിദേശ കമ്പനികൾക്കും ഇത്തരത്തില് ആണവ റിയാക്ടറുകൾ ആരംഭിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട്. പക്ഷെ ഈ തമിഴ്നാട്ടില് വലിയ പ്രശ്നം ഉണ്ടായി. ഖനനത്തോടനുബന്ധിച്ച് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. തന്നെയുമല്ല, അനധികൃത ഖനനം നടക്കുന്നു, അറ്റോമിക് മിനറൽസ് ഊറ്റപ്പെടുന്നു എന്ന് ഒരു പരാതികൾ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ 2016 ഈ കൺസെഷൻ ഒന്ന് റിവ്യൂ ചെയ്തു കേന്ദ്ര ഗവൺമെന്റ്. 2016 റിവ്യൂ ചെയ്തിട്ട് ഖനനത്തെ സംബന്ധിച്ച് ചില ഗൈഡ് ലൈൻസ് വീണ്ടും ഇറക്കി, ഈ കൺസെഷൻ എങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിക്ക് സർക്കാർ കമ്പനിയാണെങ്കിൽ ആ ഖനനം തുടരാം, എപ്പോഴ് അറ്റോമിക് മിനറൽ കണ്ടെത്തിയാൽ. അതാണ് കണ്ടെത്തിയാൽ എന്നാണ്, കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അതിന്റെ അവകാശം മുഴുവൻ കേന്ദ്ര സർക്കാരിനാകും എന്നാണ് നിയമം. അപ്പോ സ്വകാര്യ കമ്പനിയാണെങ്കിൽ അത് വളരെ കണിശമായ, നേരത്തെ തന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം തുടരാം എന്ന നിലയിൽ ഒരു അമെന്റ്മെന്റ് വന്നു. പിന്നീട് 2019 വീണ്ടും ഒരു അമെന്റ്മെന്റ് വന്നു. അതായത് ഒന്നിനെ അറ്റോമിക് മിനറൽ ആയിട്ട് ഈ ബീച്ച് സാൻഡിനെ പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അമെന്റ്മെന്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, 2019 അമെന്റ്മെന്റ്. അതായത് 0.75% ത്രഷോൾഡ്, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അതിന്റെ ഖനനം ബാൻ ചെയ്യപ്പെടുന്നത്. മൊണാസൈറ്റിലാണ് തോറിയുള്ളത്. അതെന്താക്കി 0.00 എന്നാക്കി. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നേരിയ അംശം, മൊണാസൈറ്റിന്റെ നേരിയ അംശം ഉണ്ടെങ്കിലും എന്തില്ല, ഖനനാവകാശം യഥാർത്ഥത്തിൽ ഇപ്പോഴില്ല. ഇത് ശാന്തി ആക്ട് എന്ന് പറയുന്ന 2025 പാസ്സായി. നമ്മുടെ
പ്രസിഡന്റ് ഒപ്പുവെച്ച ബില്ലുണ്ട്. അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സിങ് യുറേനിയത്തിനെ എന്ത് ചെയ്യാൻ, പ്രോസസ്സ് ചെയ്ത് യുറേനിയത്തെ ഏതിന് ഒരു ത്രെഷോൾഡ് വാല്യൂ അവർ പറയുന്നുണ്ട്, അതുവരെ പ്രോസസ്സ് ചെയ്യാമെന്ന്. എന്തിനുപയോഗിക്കാൻ, റിയാക്ടറിൽ ഉപയോഗിക്കുന്ന വരെ പ്രോസസ്സ് ചെയ്യാനും റിയാക്ടറുകളിന്റെ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനും എക്യുപ്മെന്റ്സ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും നടപ്പാക്കാനും എല്ലാം 2025 വിദേശ മൂലധന നിക്ഷേപം 75% വരെ ആകാം. അതിൽ നേരത്തെ തന്നെ വിദേശ മൂലധന നിക്ഷേപം വന്നിരുന്നു. ഈ ആണവ ഇന്ധനം ഉപയോഗിച്ചുള്ള റിയാക്ടറുകൾ സ്ഥാപിക്കാം എന്നുള്ള നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. ഇത് പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതും വന്നു കഴിഞ്ഞു. അപ്പോ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് ഇൻഡോ US ആക്ട് വന്ന കഥയൊക്കെ പറഞ്ഞു. ഇൻഡോ US ആക്ട് വന്നു, അതിനുശേഷം ആന്ധ്രയില് അതനുസരിച്ച് തുടങ്ങിയ റിയാക്ടറിൽ നിന്ന് ഈ പറഞ്ഞ പോലെ വൈദ്യുതി ഒന്നും കിട്ടിയില്ല. കാരണം പല കാരണങ്ങളാൽ അതിന്റെ ഇൻസ്റ്റലേഷനിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായി, നീണ്ടു പോയതാണ്. അതായത് നമ്മൾ കാണേണ്ട കാര്യം, അതിനുശേഷം ഫ്രാൻസിൽ നിന്ന് എക്യുപ്മെന്റ് കൊണ്ടുവന്ന അതൊക്കെ അറ്റോമിക് എനർജി കമ്മീഷന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അറ്റോമിക് എനർജി ന്യൂക്ലിയർ പവർ കോർപ്പറേഷന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അത് അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഫ്രാൻസും റഷ്യയുമായിട്ടുള്ള ചില ഇടപാടുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു നില. അപ്പൊ ഇന്നത്തെ നിലയിൽ എന്താ വെച്ചാൽ, ഇതിന്റെ ഖനനവും മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ അവകാശവുമാണ് അതിൽ. ഖനനത്തില് ഇന്നത്തെ നിലയിൽ കേന്ദ്ര സർക്കാരാണ് അത് തീരുമാനിക്കാൻ അവകാശമുള്ളൂ. റിപ്പോർട്ട് ചെയ്യണം. കേന്ദ്ര സർക്കാരിനെ ഒരു സ്വകാര്യ ഏജൻസിയെ അത് ഖനനം തുടരാൻ അനുവദിച്ചാൽ, പ്രത്യേക ലൈസൻസ് ഒക്കെ കൊടുത്താൽ വേണമെങ്കിൽ ആകാമെന്നേ ഉള്ളൂ. അല്ലാതെ സ്വകാര്യ മേഖലയ്ക്ക് ഇന്നത്തെ നിലയിൽ മൊണാസൈറ്റുള്ള ഖനനം നടത്താൻ ഇന്നത്തെ നിലയിൽ കഴിയില്ല. കേന്ദ്ര സർക്കാർ കൂടി വിചാരിച്ചാലേ കഴിയുള്ളൂ. പിന്നെ ഈ ഇൻഡോ US ആക്ടിലും ഇൻഡോ US പാക്റ്റിലും ശാന്തി ബില്ലിലുള്ള മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഡോ US ഇതനുസരിച്ചും അന്ന് വലിയ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായതാണ്. ഒരു ആണവ റിയാക്ടറിൽ അപകടം ഉണ്ടായാൽ അതിന്റെ ബാധ്യത ആരാണ് വഹിക്കേണ്ടത്? ഇപ്പോ നമ്മൾ പറഞ്ഞ ഉപകരണത്തിന്റെ ഒരു പോരായ്മ കൊണ്ടുണ്ടായതാണെങ്കിൽ ഉപകരണം സപ്ലൈ ചെയ്ത ഉപകരണ നിർമ്മാതാവിനാകുമോ, ഉപകരണം സപ്ലൈ ചെയ്തവർക്കാകുമോ? അപ്പോ അത് വലിയ ഒരു ചർച്ചയുണ്ടായി. അതിലൊരു ലിമിറ്റ് ഒക്കെ വെച്ചിരുന്നു. 2010 അതുകൊണ്ട് തന്നെ വലിയ പാർലമെന്റിലൊക്കെ വലിയ ചർച്ച ഉണ്ടായതുകൊണ്ട് ഒരു നിയമം തന്നെ കൊണ്ടുവരേണ്ടി വന്നു. ന്യൂക്ലിയർ ലയബിലിറ്റി എങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ സപ്ലയർക്ക് ലയബിലിറ്റി ഏർപ്പെടുത്തി. ഈ സപ്ലയർ ലയബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളുമായി US ഒക്കെ ആയിട്ടുള്ള കരാറിൽ ആരംഭിച്ച, അവരുടെ സപ്ലൈ ചെയ്ത, അവിടുത്തെ ഏജൻസികൾ സപ്ലൈ ചെയ്ത ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ റിയാക്ടറുകൾ സമയത്ത് പൂർത്തിയായി അത് കമ്മീഷൻ ചെയ്ത് വൈദ്യുതി വൈകാനുണ്ടായ കാരണം അത് തന്നെയാണ്. ഇനി 2025 വന്നാല് എന്താണ് സ്ഥിതി? 2025 വന്നാല് ശാന്തി നിയമപ്രകാരം സപ്ലയറുടെ ലയബിലിറ്റി ഇല്ലാതെ ആയിരിക്കും. എക്യുപ്മെന്റ് തന്ന ആൾക്കൊരു ലയബിലിറ്റി ഇല്ല. ഇത് റൺ ചെയ്യുന്ന ആരാണോ, ഏജൻസിയാണോ, അവർക്കേ ഉള്ളൂ. അത് സ്വകാര്യ ഏജൻസി ആകാം എന്നാണ് പുതിയ നിയമപ്രകാരം. സ്വകാര്യ ഏജൻസികൾ ആണവ റിയാക്ടറുകൾ നമ്മുടെ രാജ്യത്തിന് സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. നിയമം ഇപ്പോൾ അതിന് അനുവദിക്കുന്നു. യുറേനിയം അവർക്ക് എന്ത് ചെയ്യാം? യുറേനിയം ഖനനം ചെയ്ത യുറേനിയം അല്ലെങ്കിൽ വാങ്ങി എന്ത് ചെയ്യാം? അവർക്ക് പ്രോസസ് ചെയ്ത് ഫ്യുവൽ ഗ്രേഡിൽ കൊണ്ടുവന്ന് ഫ്യുവലായിട്ട് ഉപയോഗിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് പ്രോസസ് ചെയ്യാൻ അനുവാദമില്ലെന്നേ ഉള്ളൂ. ഏതിലേക്ക്? വെപ്പൺ ഗ്രേഡിലേക്ക് പ്രോസസ് ചെയ്യാൻ അത് കുറച്ചുകൂടി കഠിനമായ ഘട്ടമാണ്. അതിന് അനുവാദമില്ലെന്നേ ഉള്ളൂ. ഇതിന് അനുവാദമുണ്ട്. സ്വാഭാവികമായി തോറിയത്തിന്റെ കാര്യത്തിലും പ്രോസസ്സിങ്ങിന് ആർക്ക് അനുവാദമുണ്ട്? ഖനനം ചെയ്യാനേ അനുവാദമില്ലാത്തതുള്ളൂ. പ്രോസസ് ചെയ്യാൻ ആർക്ക് അനുവാദമുണ്ട്? സ്വകാര്യ ഏജൻസികൾക്ക്. അത് ഒക്കെ ലൈസൻസ് പ്രകാരമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിൽ ലൈസൻസ് ഇല്ലാതെ പറ്റില്ല. അത് വേറെ കാര്യം. അപ്പോഴാണ് ഇപ്പോൾ ഈ ഖനനത്തെ സംബന്ധിച്ച് നമ്മുടെ പുതിയ ബജറ്റിലെ നിർദ്ദേശങ്ങളും, അപ്പോ സമുദ്ര പദ്ധതി അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ വലിയ വികസനം നടത്താനായിട്ട് എവിടെ നിന്നുകൂടി ഈ മണല് എടുക്കാമെന്നാണ്? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൂടി, നമ്മുടെ തീരത്തോട് അടുത്ത് കിടക്കുന്ന ഈ മണല് എടുക്കാം. അത് സ്വകാര്യ നിക്ഷേപങ്ങൾ വൻ നിലയിൽ സ്വീകരിച്ചുകൊണ്ട് എടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് സ്വകാര്യ മേഖല വന്നാൽ നമുക്ക് സർക്കാരിനൊരു ലോയൽറ്റി കിട്ടുമെന്നേ ഉള്ളൂ. ബാക്കി അവരുടേതായ നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ഇന്ന് യഥാർത്ഥത്തിൽ തോറിയം കൈകാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ആർജിച്ചിരിക്കുന്നു. അത് ലാർജ് സ്കെയിലിലേക്ക് വികസിപ്പിക്കുക എന്നതേ ഉള്ളൂ.
കേപ്പബിലിറ്റി ആർജിച്ചത് പൊതുമേഖലയിൽ തന്നെയാണ്. ഇത് തോറിയം കൈകാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു അന്ന് ആരും വിദേശ സഹകരണവും ഉണ്ടായിരുന്നില്ല, സ്വകാര്യ മേഖലയ്ക്കൊന്നും ഇതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അക്കാലത്താണ് അത് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ എല്ലാവരും സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി ബാധിക്കുകയാണല്ലോ. എന്തുകൊണ്ട് ഇത്ര കാലം ഒരു തോറിയം പ്രോസസ് ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ തന്നെ വേണ്ടി വന്നു, സർക്കാർ ഏജൻസി തന്നെ വേണ്ടി വന്നു? ഈ സ്വകാര്യ മേഖല എവിടെ പോയിരുന്നു? കാരണം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ടെക്നോളജിക്കൽ ഗവേഷണം നടത്തേണ്ട മേഖലയാണ്. വലിയ മുടക്കുമുതൽ വേണ്ടതാണ്. അതിനൊന്നും അവരെ കിട്ടില്ല. അത് കൊയ്യാറാവുമ്പോ വരാം എന്ന നിലയാണ്. ഏത് ടെക്നോളജി എടുത്താലും നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിപ്പോ സമുദ്രത്തിൽ നിന്ന് ഇത് വാരണമെങ്കിൽ എന്ത് വേണ്ടി വരും? അല്ലെ തീരപ്രദേശത്ത് നിന്ന് ഇത് വാരണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹകരണം ഇല്ലാതെ, അല്ലെങ്കിൽ അവരുകൂടി ഇൻവോൾവ് ചെയ്യാതെ നടക്കില്ല. അതാണ് സ്ഥിതി. കാരണം ഇപ്പോഴും അതിന്റെ അവകാശം, മൊണാസൈറ്റ് നമ്മുടെ മണ്ണിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കരിമണലിൽ മൊണാസൈറ്റ് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അവകാശം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പോ അവകാശം എന്ന് പറയുമ്പോ എന്തുവാകാം? മൊണാസൈറ്റിന്റെ ലോയൽറ്റി കേന്ദ്ര ഗവൺമെന്റിലേക്കാണ് പോകേണ്ടത് എന്നും വരാം. പുതിയ നിയമം അനുസരിച്ച് അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് മൊണാസൈറ്റിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ലോയൽറ്റി പോലും, ആരെങ്കിലും വാരിക്കൊണ്ടു പോകുന്നതിന്റെ ലോയൽറ്റി പോലും നമുക്ക് ഈ ശാന്തി നിയമപ്രകാരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി ആണവ റിയാക്ടറുകളുടെയും ഒക്കെ ഈ മാതിരി ആണവ ഇന്ധനങ്ങളുടെയും ഒക്കെ വലിയ വലിയ കമ്പനികൾ ആർജിച്ചു കഴിഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവായ നമ്മുടെ ഒരു മേഖലയാണ്. അത് പലപ്പോഴും നമ്മൾ പലതിനും വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് എത്തും. പലയിടത്തും ഈ ഖനനം കൊടുത്തിടത്തൊക്കെ, ഖനനത്തിലേക്ക് കടന്നു വന്നതൊക്കെ അശാന്തിയുടെ മേഖലകളാണ്. ഇന്ത്യയിൽ തന്നെ നോക്കിക്കോളൂ. നമ്മള് ഖനനം നടക്കുന്ന ജാർഖണ്ഡ് ആയിക്കോട്ടെ, ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ, ഒറീസ ആയിക്കോട്ടെ, അവിടെ മറ്റ് മിനറൽസ്, മറ്റ് ധാതുക്കൾ, ഇരുമ്പുൾപ്പെടെയുള്ള മറ്റ് ധാതുക്കൾ ഖനനം നടക്കുന്ന അവിടെയൊക്കെ, ഇനി തമിഴ്നാട്ടിൽ ഖനനം തുടങ്ങിയപ്പോഴും അവിടെയൊക്കെ അശാന്തി ഉണ്ടാകുന്നു. ഇനി ഛത്തീസ്ഗഡ് എടുത്തോളൂ, ജാർഖണ്ഡ് എടുത്തോളൂ, അവിടുത്തെ ജീവിത നിലവാരം എന്താണ്? ഈ വരുമാനം അവിടെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത നിലവാരം എന്താകേണ്ടിയിരുന്നു? ആ ജീവിത നിലവാരത്തിൽ അവിടെ കാര്യമായി ഉയർച്ചയുണ്ടാകുന്നതില്ല. അപ്പോ ഈ സ്വകാര്യ ഖനനം എന്ന് പറയുന്നത്, തോറിയം ഉൾപ്പെടെയുള്ളത് സ്വകാര്യ ഖനനം എന്ന് പറയുന്നത് നമുക്ക് അശാന്തി തരുന്ന ഒരു സംഗതിയായിരിക്കും. ശാന്തി ബില്ലല്ല, ഇത് അശാന്തി ബില്ലായി തീരും ഇന്ത്യക്കും, പ്രത്യേകിച്ച് കേരളത്തിലും ഇവിടെ തോറിയം ഖനനത്തിലേക്ക് എത്തിയാൽ. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, തോറിയം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാനായി KMML ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞ. അത് വളരെ ഒരു എന്താണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. അതായത് ഇവിടെ KMML-ന് ഇത് അനുമതിയുണ്ട്, നേരത്തെ അനുമതിയുണ്ട്. ഇത് ഖനനം ചെയ്യുന്ന അവർ ടൈറ്റാനിയം ആണ് പ്രോസസ് ചെയ്യുന്നത്. ടൈറ്റാനിയം ഓക്സൈഡും ടൈറ്റാനിയം മെറ്റലുമാണ് ഉണ്ടാക്കുന്നത്. അത് കൂടാതെ സിർക്കോണുമാണ് ഉണ്ടാക്കുന്നത്. സിർക്കോണിൽ നിന്ന് സിർക്കോണിയമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുടെ പ്രോഡക്റ്റിൽ പ്രധാനപ്പെട്ട അവയാണ്. മൊണാസൈറ്റ് എന്ത് ചെയ്യണം? തുടക്കകാലത്ത് ഈ മൊണാസൈറ്റ് ബാക്കി മണ്ണിലൂടെ തിരിച്ച് നിക്ഷേപിക്കുന്ന, ഡീപ്പായിട്ട് നിക്ഷേപിക്കുന്നത് വളരെ തുടങ്ങിയ കാലത്ത് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് എന്താ ഉണ്ടായത്? പിന്നീട് ഇത് മൊണാസൈറ്റ് എന്ത് ചെയ്യണം? IREL-ന് കൈമാറണം. അവരാണല്ലോ പ്രോസസ് ചെയ്തിരുന്നത്. അപ്പൊ IREL-ന് കൈകാര്യം ചെയ്യാവുന്നവർ കൂടുതൽ വന്നത് എന്ത് ചെയ്തു? വലിയ കോൺക്രീറ്റ് അറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് പ്രോസസ് ചെയ്യാൻ, ഇപ്പോഴത്തെ ശാന്തി നിയമം അനുസരിച്ച് അത് പ്രോസസ് ചെയ്യാൻ എന്ത് വേണം? നമ്മൾ ടെൻഡർ വിളിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രോസസ് ചെയ്ത് തോറിയവും മറ്റ് മൂലകങ്ങളും അതിൽ നിന്ന് വേർതിരിച്ചെടുത്താൽ KMML-ന്റെ നടത്തിപ്പ് കുറെ കൂടി ലാഭകരമായി തീരും, ആദായകരമായി തീരും. അത് കേരളത്തിന് പ്രയോജനകരമായി വരും എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ലൈസൻസിന് അപേക്ഷിക്കുക, അതിന്റെ ഒരു ടെൻഡർ വിളിക്കുകയൊക്കെ ചെയ്തത്. ടെൻഡറിൽ അനുമതിയുള്ള ഒരു കമ്പനി ടെൻഡർ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. കാരണം ഇത് വേർതിരിച്ചെടുക്കണം എന്നുള്ളത്, വേർതിരിച്ചെടുക്കാനുള്ള അനുമതിക്കായി വർഷങ്ങളായി KMML ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പോളിസി ആ കാര്യത്തിൽ ഞാൻ കുറ്റം പറയില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടതെങ്കിൽ അവർ തന്നെ ചെയ്യണം, തോറിയം വേർതിരിച്ചെടുക്കേണ്ടത്. അതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞത് സംഗതി അത്രയേ ഉള്ളൂ. അപ്പൊ പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലും നമ്മുടെ മധ്യവർഗവും നമ്മുടെ സാംസ്കാരിക നായകരും പൊതുവെ ഇതിനെയൊക്കെ സമീപിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനൊന്നും ശ്രമിക്കാതെ എന്ന് വേണം എന്നെനിക്ക് തോന്നുന്നു. ഒക്കെ ഒരു നീലക്കുയിൽ നിലവാരത്തിലാണ് നമ്മുടെ മധ്യവർഗത്തിൽപ്പെട്ട ലൈറ്റ് എന്ന് വിളിക്കുന്നവർ കാണുന്നത്. ഈ നീലക്കുയിൽ സാംസ്കാരികരുമുണ്ട്. ഈ നീലക്കുയിൽ സാംസ്കാരികരും ഒന്നും കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഇത് നമുക്ക് അശാന്തിയുടെ നാളുകൾ ആയിരിക്കും ഇത് ഇനി സമ്മാനിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ തോറിയം ഖനനം, തോറിയം ഉൾപ്പെടെയുള്ള മൊണാസൈറ്റ് ഇൽമനൈറ്റിന്റെയും ഖനനം എന്നത് ഒരു വലിയ പ്രശ്നമായി തന്നെ വരും.
അത് മിക്കവാറും സ്വകാര്യ മേഖല വാരിക്കൊണ്ടു പോകാനാണ് സാധ്യത. അത് എവിടെ വരെ എത്തും അവിടെയുണ്ട്. ഞാൻ പറഞ്ഞ ഈ KMRL-നെതിരെയുള്ള KMRL CMRL-ന് എതിരെയുള്ള ഇൻകം ടാക്സ് അന്വേഷണം, പിന്നീട് വന്ന SFIO അന്വേഷണം, അതിലെ പേരുകള് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അതിലൊരു ചെറിയ സൂചനയുണ്ട്. ഇതൊരു ഈ ടേക്ക് ഓവറിന് മുമ്പുള്ള ഒരു പരിപാടിയാണ് സാധാരണ നമ്മുടെ ക്രോണി ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്ന അവിടെ. അപ്പോൾ ഒരുപക്ഷെ CMRL അവർക്ക് അത്യാവശ്യത്തിന് പൈസ കൊടുത്തിട്ട് അത് അങ്ങ് ടേക്ക് ഓവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും അത് ടേക്ക് ഓവർ ചെയ്യുന്നത്. വേദാന്തയും അദാനിയും തമ്മിൽ, അദാനി മൈനിങ്ങിൽ വളരെയധികം ഇല്ല, പക്ഷെ ഇപ്പോഴും വേദാന്തയുമായിട്ട് അവർ തമ്മിൽ ഒരു മത്സരം തുടങ്ങിയിട്ടുണ്ട്. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ വന്നു വേദാന്തയ്ക്ക് ഈ സെർച്ചും ഒക്കെ വന്നു. അവിടെയും ഇത് ED പരിശോധനയൊക്കെ വന്നു. വേദാന്തയാണല്ലോ മറ്റൊരു കമ്പനി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെ കരുതണം. നമുക്ക് ഇതിൽ നിന്നുള്ള പ്രയോജനം നമുക്ക് കിട്ടുമോ ഇല്ലയോ, നമ്മൾ എവിടെ എത്തും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെ. നന്ദി.